ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അയച്ചൊരു കൊറിയർ ഞാൻ തന്നെ അൺബോക്സ് ചെയ്യുന്നത്. ഇതിന്റെ പിന്നിലൊരു മെഗാ സീരിയലിനുള്ള കഥയുണ്ടെങ്കിലും വളരെ ചുരുക്കി ഞാൻ വിഷയം പറഞ്ഞുതരാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബുക്ക് ചെയ്തിട്ട് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ടായി. ഈ ഒരു ഓർഡർ അയക്കാനുള്ള ഡെലിവറി ഡേറ്റ് അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും പനിയും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് അടുപ്പിച്ച് ഹോസ്പിറ്റൽ വിസിറ്റ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടൈമും എനർജിയും തീരെ ഉണ്ടായിരുന്നില്ല. എങ്കിലും പറഞ്ഞ ഡേറ്റിൽ തന്നെ നമ്മളിത് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമറിന്റെ ലോങ് ഡിസ്റ്റൻസ് ഗേൾ ഫ്രണ്ട് ബർത്ത്ഡേ ആയിരുന്നു. ഇവര് റിലേഷൻഷിപ്പിലായിട്ടുള്ള ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും അയക്കണം എന്നായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായി. ഗേൾ ഫ്രണ്ടിന് ഫ്ലവേഴ്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഒരു ഫ്രഷ് ഫ്ലവർ ബുക്ക് ചെയ്യാമെന്നായിരുന്നു കസ്റ്റമർ ഫസ്റ്റ് പറഞ്ഞത്. എന്നാൽ വയനാട്ടിലേക്കാണ് അയക്കേണ്ടതെന്നുള്ള കാര്യം കസ്റ്റമർ പിന്നീടായിരുന്നു പറഞ്ഞത്. കൊച്ചി ബേസ്ഡ് ആയിട്ടുള്ള നമുക്ക് വയനാട്ടിലേക്ക് ഒരു ഫ്രഷ് ഫ്ലവർ ബുക്ക് അയക്കുന്ന കാര്യമൊന്നും പോസിബിളേ അല്ല. പക്ഷേ ഇത് എങ്ങനെയെങ്കിലും പോസിബിൾ ആക്കാൻ പറ്റുമോ എന്ന് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തൊരു കാര്യമായിരുന്നു സെൻഡഡ് ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഒരു ബൊക്കെ. അതിന്റെ കുറച്ച് റെഫറൻസ് പിക്ചേഴ്സ് അയച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർ ഇത് തന്നെ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഇത് അയക്കുന്നതിന് 2 ദിവസം മുന്നേ കസ്റ്റമറിന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായി, അതുകൊണ്ട് അവർ ചെറുതായിട്ടൊന്ന് ബ്രേക്കപ്പ് ആയി. പക്ഷെ ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്, അതുകൊണ്ട് നീ എന്നാലും സാധനം അയച്ചോ, ഇനി ഇത് കണ്ട് ഫൈറ്റ് മാറണമെങ്കിൽ മാറട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു പ്രതീക്ഷയിലായിരുന്നു ഞാനും കസ്റ്റമറും ഇത് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടായി. പക്ഷേ ഗേൾ ഫ്രണ്ട് ഇത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. ഇത് റിട്ടേൺ ചെയ്യാൻ DTDCയിൽ പറഞ്ഞ പ്രകാരം അവരെന്നെ വിളിച്ചിട്ടുണ്ടായി. തൽക്കാലം ഇതവിടെ ഹോൾഡ് ചെയ്യും, ഞാൻ കസ്റ്റമറിനോട് ചോദിച്ചിട്ട് ഒരു കൺഫർമേഷൻ തരാമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടായെങ്കിലും അവർ വലിയ കോപ്പറേറ്റീവ് അല്ലാന്നുള്ള കാര്യം എനിക്ക് അപ്പം തന്നെ മനസ്സിലായി. എങ്കിലും കുറച്ച് സമയം ഞാൻ വാങ്ങിയെടുത്തു. കസ്റ്റമറും ഞാനും മാറി മാറി സംസാരിച്ചെങ്കിലും ഗേൾ ഫ്രണ്ട് ഇത് റിസീവ് ചെയ്യാൻ കൂട്ടാക്കിയില്ല. ആ കുട്ടി വരാത്തതുകൊണ്ട് തന്നെ കസ്റ്റമറിന്റെ ഒരു ഫ്രണ്ട് വന്ന് കളക്ട് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ DTDCയിൽ അറിയിച്ചു. പക്ഷേ ഫ്രണ്ട് ഇത് കളക്ട് ചെയ്യാൻ ചെന്നപ്പോൾ അവരിത് കൊടുത്തില്ല. ഇത് ആർക്കാണോ അയച്ചത് അവർ തന്നെ വന്ന് വാങ്ങണം, ഇല്ലെങ്കിൽ അവർ കോൾ ചെയ്തെങ്കിലും പറയണം, അല്ലാതെ ഇവിടെ നിന്ന് തരാൻ പറ്റില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. അങ്ങനെ ഞാൻ ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആ കുട്ടി DTDCയിൽ അത് വിളിച്ച് പറയുകയും ചെയ്തു. അങ്ങനെ കസ്റ്റമറിന്റെ ഫ്രണ്ട് പോയി വാങ്ങുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനും പിന്നീടുള്ള അപ്ഡേറ്റ്സ് ഒന്നും കസ്റ്റമറിനോട് ചോദിച്ചിട്ടുണ്ടായില്ല. 1 മാസം മുന്നേ ഞാൻ അയച്ച കൊറിയർ റിട്ടേൺ വന്നിട്ടുണ്ടെന്ന് എന്നെ വിളിച്ച് ഇൻഫോം ചെയ്തപ്പോഴാണ് പിന്നീട് ഞാൻ കസ്റ്റമറിനായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോഴാണ് പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. അന്ന് തൊട്ടടുത്ത ദിവസം തന്നെ കസ്റ്റമറിന്റെ ഫ്രണ്ട് അവിടെ ചെന്നപ്പോൾ ഫസ്റ്റ് ഉണ്ടായ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല, വേറെ ആളായിരുന്നു. അതുകൊണ്ട് തന്നെ സാധനം അറിയില്ല, ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഇല്ല എന്ന് വരെ പറഞ്ഞു എന്നാണ് കസ്റ്റമറിന്റെ ഫ്രണ്ട് പറഞ്ഞത്. നമ്മുടെ കസ്റ്റമറിന്റെ ഫ്രണ്ടിന്റെ വീട് DTDC ആയിട്ട് ഒരു 10-15 കിലോമീറ്റർ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ചെന്ന് അന്വേഷിക്കുന്നതും പോസിബിൾ അല്ലായിരുന്നു. കസ്റ്റമർ അപ്രൂവ്ഡ് ആയതുകൊണ്ട് തന്നെ ഇനി നാട്ടിൽ വരുമ്പോൾ ഒന്നും കൂടി അയച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. അധികം ഡാമേജസ് ഒന്നും ഇല്ലാതെ നമുക്ക് ബുക്ക് തിരിച്ച് കിട്ടിയെങ്കിലും ആ ഒരു കൊലത്തിൽ അയക്കാൻ എനിക്കൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം അൺബോക്സ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ സർപ്രൈസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വാങ്ങും എന്നുള്ള കാര്യം ആദ്യം ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം അത് അറ്റംപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഒരു ബൊക്കയുടെ ഷിപ്പിംഗ് ചാർജസ് തന്നെ 500 rupees ആയിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.